വാർത്തയുടെ മേഡ് ഇൻ ഇന്ത്യയിൽ നമ്മൾ എത്തി നിൽക്കുന്നത് തൃശൂർ ഗുരുവായൂർ റോഡ് മുണ്ടൂർ പെട്രോൾ പമ്പിന് സമീപം പ്രവർത്തിക്കുന്ന ടാലന്റ് ഗിഫ്റ്റ് സെന്ററിലാണ്. ഇവിടെ ഇതുപോലെ മനോഹരമായ കഥകളി രൂപങ്ങൾ, ആനച്ചമയങ്ങൾ, നെറ്റിപ്പട്ടങ്ങൾ, അങ്ങനെ നമ്മുടെ വീടിനെ മനോഹരമാക്കുന്ന കേരള തനിമ വിളിച്ചോതുന്ന ഉൽപ്പന്നങ്ങൾ, ഒപ്പം നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ഒരു സെന്ററാണ്. ഇവർ ഹോൾസെയിലായിട്ടും വിൽക്കുന്നുണ്ട്, ഒപ്പം റീറ്റെയിൽ ആയിട്ടും വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരം ഉൽപ്പന്നങ്ങളുടെ, ഇതുപോലെയുള്ള മനോഹരമായ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ കാഴ്ചകളാണ് നിങ്ങൾക്കായി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ടാലന്റ് ഗിഫ്റ്റ് സെന്റർ ഓണർ ജയരാജ് ചേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടാ നമസ്കാരം. ഇന്ത്യൻ വാർത്തയുടെ മേഡ് ഇൻ ഇന്ത്യയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിന്റെ തനത് ഡെക്കോർ ഐറ്റംസ് അല്ലെ, നെറ്റിപ്പട്ടം, ആന ഒക്കെ നമ്മളിപ്പോ ഒരു ആനയെ ഡെക്കറേറ്റ് ചെയ്യാണ്. തീർച്ചയായിട്ടും ഒരു 15 ഇഞ്ച് ആനയുടെ ഡെക്കറേഷൻ ആണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ഇപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യും ഇതിന്? ഇപ്പൊ ഇത് ഫൈബറിൽ തീർത്ത ഒരു ആനയാണ്, നമ്മൾ തന്നെ പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ്. അതിന്റെ ഡെക്കറേഷൻ ഇവിടെ ചെയ്യണേന്ന് മാത്രം. അപ്പൊ ആനയുടെ ഫുൾ പെയിന്റിങ് കഴിഞ്ഞിട്ട് അതിന് നെറ്റിപ്പട്ടം, ആദ്യം നെറ്റിപ്പട്ടം കെട്ടി. തീർച്ചയായിട്ടും ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലായി ചോദിക്കുന്നത് ആനയാണ്. തൃശ്ശൂരിന്റെ ആന, നെറ്റിപ്പട്ടം, കോലം, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ട്രഡീഷണൽ വേറെ ഐറ്റം ഉള്ളത്. നമുക്ക് നമ്മൾ കടകളിലേക്കാണ് കൂടുതൽ ഹോൾസെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട്, പിന്നെ ആളുകൾക്കും റീറ്റെയിൽ ആയിട്ടും പുറത്തേക്കും പോകുന്നുണ്ട്. ഓൺലൈൻ ഷോപ്സ് ആണ് കൂടുതലുള്ളത്. അപ്പൊ ഇതിന്റെ നെറ്റിപ്പട്ടം കെട്ടി ഇനി അടുത്തത് ഇതിന്റെ കോലാണ്. കോലം നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ചെയ്യണതാ. എല്ലാം സെറ്റാക്കി വെച്ചിട്ട് പിന്നെ അസംബ്ലി ചെയ്ത് കൊടുക്കും. അപ്പൊ ഒരു 15 ഇഞ്ച് ആനയുടെ ഫുൾ ചമയം, 15 ഇഞ്ച് ഇതിനിപ്പോ ഒരു 3500 രൂപ നമ്മള് പല വലിപ്പമുണ്ട്. 5 അടി വരെ ഉണ്ട്. 10 ഇഞ്ചിനാകുമ്പോ ഒരു 1500 രൂപയൊക്കെ അറേഞ്ച് വരും. നമ്മുടെ വീട്ടിലൊക്കെ വെച്ചാൽ തീർച്ചയായിട്ടും ശരിക്കും ആനയൊക്കെ നമ്മുടെ ഒരു വികാരമാണ് അല്ലെ. ഇങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഡെക്കോർ ഐറ്റംസ് എന്തൊക്കെയാ വരുന്നത്? ഡെക്കോർ ഐറ്റങ്ങൾ കഥകളി രൂപങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊരു 10 ഇഞ്ച് തൊട്ട് ഒരു 8 അടി വരെ വലിപ്പമുള്ളതുണ്ട്. പിന്നെ കഥകളി മാസ്ക് ഉണ്ട്. പിന്നെ അത് കഥകളിയിൽ തന്നെ പല വേഷമുണ്ട്. കീചകൻ, ചുവപ്പ് താടി, അങ്ങനെ കുറെ വേഷങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഏതാ കഥകളിയുടെ ഒരു രൂപം ചോദിക്കുക? നളനും കൃഷ്ണനും തന്നെയാണ് ഏറ്റവും കൂടുതൽ പോവുക. കാരണം വീടുകളിൽ വെക്കുക കൂടുതലും കത്തി വേഷങ്ങൾ വളരെ കുറവേ വീടുകളിൽ വെക്കാറുള്ളൂ എന്നാണ് പറയണത്. അപ്പൊ കൂടുതലും പോണത് കൃഷ്ണന്റെ വേഷം അല്ലെങ്കിൽ നളന്റെ വേഷമാണ്. പിന്നെ കൃഷ്ണന്റെ സ്റ്റാച്യൂസ് ആണ്. കൃഷ്ണന്റെ പല വലിപ്പത്തിൽ പല മോഡലുള്ള സ്റ്റാച്യൂസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു പണിപ്പുരയിലാണല്ലേ? അതെ അതെ അതെ. ബാക്ക് സൈഡ് സെറ്റ് ചെയ്ത് ഇവിടെ കൃഷ്ണനെ സെറ്റ് ചെയ്യും അല്ലേ? അതിൽ സെറ്റ് ചെയ്യും. വിഷുവിനൊക്കെ വിഷുക്കണിക്ക് വെക്കാൻ വേണ്ടിട്ട് പുതിയതായിട്ട് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഇത്. നമ്മൾ സ്റ്റാൻഡിൽ പിടിപ്പിച്ചത്. ഇതിപ്പോ ഹാഫ് വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി ഇതിന് സ്റ്റാൻഡ് വരും, ഇവിടെ 2 ആലവട്ടം വരും, കോലം കൂട, അങ്ങനെ കുറച്ച് വർക്കുകൾ മതി.
ഗിഫ്റ്റ് സെന്ററിൽ അധികവും വനിതാ ജീവനക്കാരാണ് ഉള്ളത്. അവർ വളരെ മനോഹരമായാണ് ഇവിടെ ഓരോ പ്രൊഡക്ഷനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ആർട്ടിസ്റ്റാണ് സൗമ്യ വിനേഷ്. സൗമ്യയാണ് ഈ കഥകളി രൂപങ്ങൾക്കൊക്കെ ഇത്രയും മനോഹരമായ മുഖവും ഈ പറഞ്ഞ പോലെ ഛായങ്ങളൊക്കെ പകർന്നിരിക്കുന്നത്. സൗമ്യ എത്ര വർഷമായി ഈ രീതിയിൽ ഈ ഒരു കലാമേഖലയിൽ പ്രവർത്തിക്കുന്നു? പെയിന്റിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 8 വർഷമായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ ഒരു ടാലന്റിനൊപ്പം ചേർന്നിട്ട് ടാലന്റിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് 2 വർഷം, പെയിന്റിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 8 വർഷമായിട്ടുണ്ട്. ഈ ഒരു ഫേസ് ഒക്കെ നിങ്ങൾ ചെയ്യും അല്ലേ? ശരിക്കും ഇത് എങ്ങനെ ഉണ്ടാവുക? ഇതിന്റെ ഒരു ബേസ് ശരിക്കും ബേസ് ഇങ്ങനെ വരുന്നത് ഫൈബറിന്റെ ഇത് നിങ്ങൾ ഇങ്ങനെ ഐവറി കളർ നമ്മൾ അടിക്കണം. അത് നമുക്ക് പെട്ടെന്ന് കംപ്ലൈന്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ലെഗ്സ് കാലൊക്കെ ചെയ്യും. മെയിൻ ഇതിന്റെ ഫേസ് ആണ് അല്ലേ? ഫേസ്. ഇതിപ്പോ ഓരോ വേഷത്തിനും ഓരോ ഫേസും ഓരോ ഇത് നളനാണ്. ഏറ്റവും കൂടുതൽ നളനായിരിക്കും ഇവിടെ. നളനും കൃഷ്ണനും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ എത്ര ദിവസം എടുക്കും ഇങ്ങനെ ഒരു കൃഷ്ണൻ ചെയ്യാൻ? ഇതിപ്പോ നമ്മൾ 2 ദിവസം. ഇതിപ്പോ നളൻ ചെയ്യാൻ 2 ദിവസം ഫുൾ ഇങ്ങനെ പെയിന്റിംഗ് ഒക്കെ ചെയ്തെടുക്കാൻ 2 ദിവസം. ഏതാണ് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ചെയ്യാൻ, മുഖമൊക്കെ ചെയ്യാൻ ഇഷ്ടം ഏതാ? അത് നളനും ഇഷ്ടമാണ്, കൃഷ്ണനും ഇഷ്ടമാണ്. പിന്നെന്തൊക്കെ ചെയ്യാ? നമ്മള് ഇങ്ങനെ കൃഷ്ണൻ ഇത് ഫുൾ ഇങ്ങനെ പെയിന്റ് ചെയ്യും? ഇതല്ല, നമ്മൾ കൃഷ്ണന്റെ റീവർക്കും പെയിന്റിംഗ് വർക്ക് പിന്നെ കഥകളി ഫേസ് ഇതൊക്കെ താങ്കൾ തന്നെ ചെയ്തതാണ് അല്ലേ? നിങ്ങൾ ചെയ്യും 6 അടി വരെ ചെയ്യും. ഏറ്റവും ചെറുത് 15 ഇഞ്ച് മുതൽ ചെയ്യും. 15 ഇഞ്ച് മുതൽ 6 അടി വരെ. ഒരു ദിവസം എത്ര രൂപങ്ങൾ ചെയ്യും ഇങ്ങനെ? ഒരു ദിവസം 15 ഇഞ്ചിന്റെ ആണെങ്കിൽ ഒരു ദിവസം 5 എണ്ണം ഒക്കെ ചെയ്യാം. പിന്നെ എല്ലാം നമ്മൾ ഹാൻഡ് മെയ്ഡ് വർക്കാണ്. ഇതൊന്നും നമ്മൾ റെഡിമെയ്ഡ് മേടിച്ചിട്ടല്ല. അതൊക്കെ നമ്മൾ മാലയൊക്കെ നമ്മൾ മുത്ത് കോർത്തിട്ട് തന്നെ ഉണ്ടാക്കണം. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് മടി തോന്നുന്നില്ല, ഇഷ്ടമാണ്. വീട്ടിലൊക്കെ എല്ലാവരും സപ്പോർട്ടീവ് ആണ്? വീട്ടിലെല്ലാവരും സപ്പോർട്ടിങ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഒരുപാട് നല്ല നല്ല രൂപങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു. വിഷുവിന് വിഷുക്കണി ഒരുക്കാൻ മനോഹരമായ ഈ ഒരു കൃഷ്ണരൂപമായാലോ? ഇതൊക്കെ നമ്മുടെ ഈ ഒരു ടാലന്റ് ഗിഫ്റ്റ് സെന്ററിൽ ലഭ്യമാണ്. മുണ്ടൂർ ഹൈവേയിൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ മനോഹരമായ ഹോം ഡെക്കോറുകളൊക്കെ വാങ്ങുക. വീടിനെ മനോഹരമാക്കാനും ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഐറ്റംസ് ഇവിടെ ലഭ്യമാണ്. നമ്മുടെ കേരളത്തിന്റെ തനിമ വിളിച്ചോതുന്ന കഥകളി രൂപങ്ങൾ, കൃഷ്ണരൂപങ്ങൾ, ആനച്ചമയങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ്. അവയുടെയൊക്കെ നിർമ്മാണ കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു നിർമ്മാണ യൂണിറ്റുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.